റോമർക്കെഴുതിയ ലേഖനം 16:14. അവർ എൻ്റെ പ്രാണനു വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാകുന്നു. അവർക്ക് ഞാൻ മാത്രമല്ല, ജാതികളുടെ സകല സഭകളും കൂടെ നന്ദി പറയുന്നു. സ്നേഹിതർക്കായി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് യേശു പഠിപ്പിച്ചത് അക്ഷരാർത്ഥത്തിൽ പ്രായോഗികമാക്കിയ 2 പേരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രിസ്കയും അക്വിലാവും. കൊരിന്തിൽ വച്ചാണ് പൗലോസ് ഇവരെ ആദ്യമായി കാണുന്നത്. അതുമുതൽ പൗലോസിൻ്റെ ശുശ്രൂഷയ്ക്ക് വലിയ സഹായവും കൈത്താങ്ങുമായി അവർ നിലകൊണ്ടു. ചില വേളകളിൽ അപ്രതീക്ഷിത സാഹചര്യങ്ങൾ നേരിടുമ്പോൾ, ജീവിതം കഠിന വെല്ലുവിളി നേരിടുമ്പോൾ, സ്വയം അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിൽ സഹായത്തിനായി എത്തുന്നവരെ ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. തങ്ങൾക്ക് നഷ്ടം വരുന്ന ഒരു സഹായം മറ്റൊരാൾക്ക് ചെയ്യാൻ തന്നെ പ്രയാസമാണ്. അപ്പോൾ ജീവൻ തന്നെ അപകടപ്പെടുത്തിക്കൊണ്ട് സഹായം ചെയ്യാൻ തയ്യാറായാൽ അത് സമാനതകളില്ലാത്ത സഹായമാണ്. അതാണ് പൗലോസിന് വേണ്ടി ഇവർ ചെയ്തത്. ഏത് വിധത്തിലാണ് ഈ സഹായം അവർ ചെയ്തത് എന്ന് രേഖകൾ ലഭ്യമല്ല. എന്നാൽ പൗലോസിൻ്റെ പ്രാണൻ രക്ഷിക്കാനായി അവർ തങ്ങളുടെ പ്രാണൻ അപകടത്തിലാക്കി. എങ്കിലും അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിക്കൊത്ത് അനർത്ഥമൊന്നും സംഭവിക്കാതെ ദൈവം അവരെയും സംരക്ഷിച്ചു. ഒരുപക്ഷെ അവർ ചിന്തിച്ചത്, തങ്ങൾ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ പൗലോസ് ജീവിച്ചിരുന്നാൽ അത് അനേകരുടെ രക്ഷയ്ക്കും പല ദൈവസഭകൾ ഉരുവാകാനും നിലവിലെ സഭകൾക്ക് ആത്മീയ വർധനവിനും കാരണമാവുകയും ചെയ്യുമെന്നായിരിക്കാം. അവർ ചിന്തിച്ചതിലും അപ്പുറം പൗലോസിൻ്റെ ജീവകാലത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ദൈവസഭകൾക്ക് അനുഗ്രഹമായി കൊണ്ടിരിക്കുന്നു. ജാതികളുടെ സകല സഭകളും അവർക്ക് നന്ദി പറയുന്നു എന്ന് പറയാൻ കാരണം, തൻ്റെ ജീവൻ രക്ഷിച്ചതിനാൽ തുടർന്ന് റോം ഉൾപ്പെടെയുള്ള അനേക പട്ടണങ്ങളിൽ സുവിശേഷം അറിയിക്കാൻ കഴിഞ്ഞു. ജാതികളിൽ നിന്ന് അനേകർ യേശുവിലേക്ക് തിരിഞ്ഞു. അനേകം സഭകൾ ഉരുവായി. മുൻപുണ്ടായിരുന്ന സഭകളെ സന്ദർശിച്ച് പ്രബോധിപ്പിച്ച് വിശ്വാസത്തിൽ ഉറപ്പിച്ചു. നാം സഹിക്കുന്ന ത്യാഗം നാളെ എന്തെല്ലാം നന്മകൾക്ക് കാരണമാകുമെന്ന് ഇന്നറിയാനാകില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.